സോ വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തേർഡ് പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 മൂന്നാമത്തെ പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, ലൈൻ നൊട്ടേഷൻ. അപ്പോൾ ഇതിന് മുമ്പുള്ള 2 പ്രോബ്ലംസ് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ വീഡിയോ കാണുക, അതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക. കാരണം ഓരോ പ്രോബ്ലത്തിലോട്ടും വരുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയാണ് വരുന്നത്. ആദ്യത്തെ 2 പ്രോബ്ലം ഇച്ചിരി ബേസിക് പ്രോബ്ലംസ് ആയിരുന്നെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂടും. അപ്പോൾ അതിനനുസരിച്ച് അത് കണ്ട് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത പ്രോബ്ലത്തിലോട്ട് നിങ്ങൾ വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. തേർഡ് പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A line AB measuring 70 mm has its end A 15 mm in front of VP and 20 mm above HP, and other end B is 60 mm in front of VP and 50 mm above HP. Draw the projection of the line, mark its traces, and also find the inclination with the HP and VP. So question number പറയാം: A line AB measuring 70 mm has its end A 15 mm in front of VP and 20 mm above HP, and other end B is 60 mm in front of VP and 50 mm above HP. Draw the projection of the line, mark its traces, and find the inclination with the HP and VP. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഗിവൺ ഡേറ്റാസ് ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. സോ ഫസ്റ്റ് ഡേറ്റ, എ ലൈൻ എ ബി മെഷറിങ് 70 mm. അപ്പോൾ ലൈനിൻ്റെ പേര് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ലൈനിൻ്റെ പേര് ഞാൻ എഴുതുകയാണ്. ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് എ ബി. സോ എ ബി ലൈനിൻ്റെ പേര് നമുക്ക് കിട്ടി. ദെൻ എ ലൈൻ എ ബി മെഷറിങ് 70 mm. അപ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു 70 mm ആണ് നമ്മുടെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ തന്നേക്കുന്നത്? സോ ലൈൻ എ ബി മെഷറിങ് 70 mm ഹാസ് ഇറ്റ്സ് എൻഡ് എ, പോയിന്റ് എയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ഹാസ് ഇറ്റ്സ് എൻഡ് എ 15 mm in front of VP, 15 mm in front of VP and 20 mm above HP. So point A യുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. പോയിന്റ് A is 15 mm in front of VP and 20 mm above HP. So point A യുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. Then and other end B, അടുത്തത് B യുടെ പൊസിഷൻ തന്നിരിക്കുന്നത്. അതർ എൻഡ് B is 60 mm in front of VP and 50 mm above HP. സോ അടുത്തത് പോയിന്റ് B യുടെ പൊസിഷൻ ഇങ്ങനെ തന്നേക്കുക. പോയിന്റ് B ഡയറക്റ്റ്ലി തന്നേക്കുന്നത്. പോയിന്റ് B is 16 mm in front of VP, 16 mm in front of VP and 50 mm above HP. ഇപ്പം നോക്കിയേ, നമ്മുടെ ബേസിക് ഫിഗറിനകത്തുള്ള ഡേറ്റ ആയിട്ട് വെച്ചേക്കും. നമ്മൾ ഇതുവരെ ചിലപ്പോൾ ഒരു ഫിക്സഡ് പോയിൻ്റേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇവിടെ എയുടെയും ബിയുടെയും രണ്ടിൻ്റെയും പൊസിഷൻ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നേക്കുന്നത് എന്താണ്? നെക്സ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത്, ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് ലൈൻ ആൻഡ് മാർക്ക് ഇറ്റ്സ് ട്രേസസ്, ഓൾസോ ഫൈൻഡ് ദി ഇൻക്ലിനേഷൻ വിത്ത് HP. പ്രൊജക്ഷൻ വരയ്ക്കണം, ട്രേസസ് മാർക്ക് ചെയ്യണം. നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP. ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് HP എന്ന് പറഞ്ഞാൽ നമ്മുടെ തീറ്റയും ഫൈയും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. തീറ്റ ആൻഡ് ഫൈ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ തീറ്റ ആൻഡ് ഫൈ തന്നിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ പ്രീവിയസ് കേസിലെല്ലാം നമുക്ക് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അത് തന്നിട്ടില്ല. ട്രൂ ലെങ്ത് ഉണ്ട്, ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ ഉണ്ട്, അടുത്ത പോയിൻറ്റിൻ്റെയും പൊസിഷനുണ്ട്. അപ്പോൾ നമ്മളിത് വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കിയാൽ ഡേറ്റാസുകൾ മാറി. പ്രീവിയസ് കേസിൽ നിന്ന് ഗിവൻ ഡേറ്റാസ് ഇവിടെ തന്നേക്കുന്നതിനകത്ത് ചേഞ്ചസ് ഉണ്ട് എന്നർത്ഥം. സോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ XY ലൈനാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ XY ലൈൻ വരയ്ക്കാൻ പോവാണ്. XY ലൈൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ XY ലൈൻ വരച്ചു. വലിയൊരു XY ലൈൻ തന്നെ വരച്ചു. ഇനി അടുത്ത എന്താണ്? പോയിന്റ് എ, നമ്മുടെ ഫിക്സഡ് പോയിന്റ് എയുടെയും അടുത്ത ബിയുടെയും. പോയിന്റ് എയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് A' പ്ലോട്ട് ചെയ്യാനുള്ള ഇതെന്താ ഡേറ്റയും നമ്മൾ തന്നിട്ടുണ്ട്. XY ലൈനിൽ നിന്ന് എങ്ങോട്ടാണെന്നുള്ളതും അതുപോലെ B' ബിയും തന്നിട്ടുണ്ട്.
ക്ലിയർ ആണോ? അപ്പോൾ എ ഡാഷ് എ ബി ഡാഷ് ബി ഈ രണ്ട് ഡേറ്റാസുകൾ നമുക്ക് ഗിവൺ ആണ്, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടെന്നർത്ഥം. ഇപ്പോൾ ഈ എയുടെ പ്രൊജക്റ്റഡ് ലൈൻ കഴിഞ്ഞ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ പ്രൊജക്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഡേറ്റ, ഈ ഡിസ്റ്റൻസ് ഞാൻ ഈ റഫ് സ്കെച്ചിൽ വരയ്ക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് എയുടെ പ്രൊജക്റ്റഡ് ലൈൻ കഴിഞ്ഞ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ എക്സ് വൈ ലൈനിൽ. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേര് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ്, അല്ലെങ്കിൽ എൻ പ്രൊജക്റ്റർ ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഈ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ, ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാൻ പറ്റുന്നു. കാരണം എന്താ, എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു, എ ഡാഷ് എ പ്ലോട്ട് ചെയ്യുന്നു, കാരണം എയുടെ ഡേറ്റ തന്നിട്ടുണ്ട്. ദെൻ എക്സ് ഗിവൺ ആയിരുന്നെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിൽ എടുത്തിട്ട് നമുക്ക് ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കാം. ദെൻ ആ പ്രൊജക്റ്റഡ് ലൈനിൽ ബിയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ബി ഡാഷും ബിയും നമുക്ക് പ്ലോട്ട് ചെയ്യാമായിരുന്നു. ഡയറക്റ്റ് എ ഡാഷ് ബി ഡാഷും എ ബി നമുക്ക് വരയ്ക്കാമായിരുന്നു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ ആ റഫ് സ്കെച്ചിൽ ഒന്ന് മാർക്ക് ചെയ്തേക്കുക. എക്സ് എന്താണ്, എക്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്രൊജക്റ്റേഴ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ്, അല്ലെങ്കിൽ എൻ പ്രൊജക്ടർ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ എ കഴിഞ്ഞ് എയുടെ പ്രൊജക്ടർ ലൈൻ കഴിഞ്ഞ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ബിയുടെ പ്രൊജക്ടർ ലൈൻ, എൻ പോയിന്റുകളുടെ പ്രൊജക്ടർ ലൈനിൻ്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. നമ്മുടെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്. സോ ഫിക്സഡ് പോയിന്റ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. ഫിക്സഡ് പോയിന്റിൻ്റെ പ്രൊജക്ടർ ലൈൻ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ട്രേസസ് മാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ ഏകദേശം ഒന്ന് എടുത്തിട്ടാണ് വിടുന്നത്. എപ്പോഴും ട്രേസസുകൾ ഈ സൈഡിൽ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നമ്മൾ ഫിഗർ വരയ്ക്കുന്ന അനുസരിച്ചേ കിട്ടുകയുള്ളൂ. സോ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ ആദ്യത്തെ പോയിന്റിൻ്റെ പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കുകയാണ്. സോ ഫസ്റ്റ് പോയിന്റിൻ്റെ പ്രൊജക്റ്റഡ് ലൈൻ വരച്ചു. ദെൻ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നോക്കി, പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആദ്യം വി പി ആയിട്ടുള്ള ഡേറ്റയാണ് ക്വസ്റ്റ്യൻ തന്നിരുന്നത്. 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 20 mm എബോ എച്ച് പി. സോ 20 mm എബോ എച്ച് പി ആയിട്ടുള്ള ഡേറ്റയാണ് എ ഡാഷ് മാർക്ക് ചെയ്യാൻ, വി പി ആയിട്ടുള്ള ഡേറ്റയാണ് എ മാർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൽ എബോ എച്ച് പി ആണെങ്കിൽ എബോ എക്സ് വൈ ലൈൻ, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ എവിടെ വരും? ബിലോ എക്സ് വൈ ലൈൻ വരും. സോ 20 mm എബോ എച്ച് പി. സോ 20 mm മുകളിലോട്ട് മാറ്റി നമ്മുടെ എ ഡാഷ് വരും. സോ 20 mm മുകളിലോട്ട് മാറ്റി പോയിന്റ് കോട്ട് ഇത്. സോ എ ഡാഷ് വരും. 15 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ബിലോ എക്സ് വൈ ലൈൻ. സോ 15 mm താഴോട്ട് മാറ്റി നമ്മുടെ പോയിന്റ് ടോപ്പ് വ്യൂ എയും വരും. സോ രണ്ട് പോയിന്റ് കിട്ടി. ദിസ് പോയിന്റ് ഈസ് എ ഡാഷ്, ദിസ് പോയിന്റ് എ. നമ്മുടെ ഫിക്സഡ് പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലോക്കസ് ലൈൻ വരയ്ക്കണം അല്ലേ? രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലോക്കസ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈനിന് പാരലായിട്ട് എക്സ് വൈ ലൈനിൻ്റെ പേര് ഇവിടെ കൊടുക്കണം. ഞാനിത് ലാസ്റ്റിൽ കൊടുക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത്, കാരണം ട്രേസസ് എവിടെയാണ് വരുന്നത് അത് കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടി. സോ എക്സ് വൈ ലൈനിന് പാരലായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ലോക്കസ് ലൈൻ വരയ്ക്കുക. എക്സ് വൈ ലൈനിന് പാരലായിട്ട് ലോക്കസ് ലൈൻ. സോ എ ഡാഷ് ഈക്വലുള്ള ലോക്കസ് ലൈൻ. Then similarly E ഇക്കുള്ള ലോക്കസ് ലൈൻ. സോ രണ്ട് ലോക്കസ് ലൈനും വരച്ചു. സോ ദിസ് ഈസ് എന്താണ്? ലോക്കസ് ഓഫ് എ ഡാഷ് ഈസ് ലോക്കസ് ഓഫ് എ. നമ്മുടെ രണ്ട് ലോക്കസ് ലൈനുകൾ വരച്ചു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ ബേസ് ഷേപ്പ് അല്ലെങ്കിൽ ബേസ് ഫിഗർ നമ്മൾ വരച്ചിരുന്നത് അവിടെ എന്താ? എ ഡാഷിൽ നിന്ന് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ ഉണ്ടെങ്കിൽ തീറ്റ ആംഗിളിൽ ട്രൂ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ B1 ഡാഷ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ വരച്ചത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ എന്താ പ്രശ്നം? ട്രൂ ലെങ്ത് ഉണ്ട്, പക്ഷെ നമുക്ക് തീറ്റ ആംഗിളിൽ ലൈൻ വരയ്ക്കാൻ തീറ്റ ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ യൂസ് ചെയ്തു. നമുക്ക് ട്രൂ ലെങ്തിൻ്റെ വാല്യൂ അറിയാമെങ്കിലും ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ നമുക്കറിയില്ല. ഈ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ ലെങ്ത് അറിയാം, പക്ഷേ ഇൻക്ലിനേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് തന്നേക്കുന്ന ഡേറ്റ എന്താണെന്ന് നോക്കി. ബിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ 50 mm എബോവ് എക്സ് വൈ ലൈൻ, 50 mm എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബി ഡാഷ്. ഇത് ബി ഡാഷ് മാർക്ക് ചെയ്യാനാണ്. ദെൻ ഇതെന്ന് പറയുന്നതോ ബി മാർക്ക് ചെയ്യാനാണ്. സോ 50 mm എബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും ബി.
അതുപോലെ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിലോ പോവും. സോ എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് 60 mm എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ബി, നമ്മുടെ ടോപ്പ് വ്യൂ ബി കിട്ടും. എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബി ഡാഷും കിട്ടും. അപ്പോൾ നോക്കിക്കേ, ഈ ബി ഡാഷ്, ഈ ബേസ് ഫിഗറിലെ ബി ഡാഷ് എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര മേളിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്, 50 mm എബോവ് എച്ച് പി. ദെൻ ബി ഒ 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇൻ ഫ്രണ്ട് ഓഫ് വി പി ബിലോ എക്സ് ആണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര താഴോട്ടാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര മേലോട്ടാണെന്ന് താഴോട്ടുള്ളതെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ആ ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ, ഈ പ്രൊജക്റ്റഡ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണോ എന്നറിയത്തില്ല. എവിടെ ആയിരുന്നെന്ന് അറിയാമെങ്കിൽ നമുക്ക് അവിടെ ആ ഡിസ്റ്റൻസ് എടുത്ത് വരയ്ക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്നത് എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ ഈ ബി ഡാഷ് എന്നും എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ ടോപ്പ് വ്യൂ ബി എന്നും നമുക്കറിയാം. സോ ആ ഡിസ്റ്റൻസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് 2 ലൈൻസുകൾ വരയ്ക്കാൻ പറ്റും. ഏതാണ് ആ 2 ലൈൻസ് എന്നറിയാമോ? ഈ ഡിസ്റ്റൻസുകൾ മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും ഈ പ്രൊജക്റ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല, കാരണം എക്സ് ഇല്ല. പക്ഷേ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാവുന്നത് കൊണ്ട് ഇതിനകത്ത് 2 ലൈൻസുകൾ വരയ്ക്കാം. ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ നോക്കി? ഏത് ലൈൻസ് ആയിരിക്കും? അതെ, നമുക്ക് ലോക്കസ് ലൈനുകൾ വരയ്ക്കാൻ പറ്റും. ലോക്കസ് ലൈൻ എന്ന് പറഞ്ഞാൽ നോക്കി, എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm മേലോട്ട് മാറ്റി ഈ പോയിന്റ് ബി ഇവിടെയാണ് വരുന്നതെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ലോക്കസ് ലൈൻ, ലോക്കസ് ഓഫ് ബി ഡാഷ് വരയ്ക്കാം. കാരണം ബി ഡാഷ് എത്ര മുകളിലാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ബി എത്ര താഴെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഡിസ്റ്റൻസ് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രീൻ ലൈൻ ലോക്കസ് ഓഫ് ബിയും ലോക്കസ് ഓഫ് ബി ഡാഷും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഡിസ്റ്റൻസ് നമുക്ക് നോക്കി, എക്സ് വൈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാവുന്നതുകൊണ്ട് ആ ലോക്കസ് ലൈനുകൾ വരച്ചിടാം. ആ ലൈനിൽ എവിടെ ബി ഡാഷ് വരും, എവിടെ ബി വൺ ഡാഷ് വരും എന്നുള്ളത് നമുക്ക് പറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് ഈ ഡിസ്റ്റൻസ് ഉപയോഗിച്ച്, രണ്ടാമത്തെ പോയിൻ്റാണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് ബിയുടെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂവിൻ്റെ ലോക്കസ് പോയിന്റുകൾ വരയ്ക്കുക. അതായത് ബി ഡാഷിൻ്റെയും സ്മോൾ ലെറ്റർ ബിയുടെയും ലോക്കസ് പോയിന്റുകൾ വരയ്ക്കുക. അപ്പോൾ നോക്കിയേ, ബി ഡാഷ് നോക്കിയേ എബോ എച്ച് പി 50 mm എച്ച് പി എന്ന് പറയുമ്പോൾ എബോ എക്സ് വൈ ലൈൻ, എച്ച് പി എന്ന് പറയുന്ന ഡേറ്റയാണ് ബി ഡാഷ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. അത് എബോ എക്സ് വൈ ലൈനാണ്, കാരണം എന്താ, എബോ എച്ച് പി എന്നാണ് നടക്കുന്നത്. അപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് 50 mm മേളിലോട്ട് എടുത്താൽ നമുക്ക് ബി ഡാഷിൻ്റെ ലോക്കസ് ലൈൻ കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ എന്ത് ചെയ്യുന്നു, എക്സ് വൈ ലൈനിൽ നിന്ന് വെർട്ടിക്കലി ഓൾറെഡി ഈ വരച്ച ഈ ലൈനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർ ചെയ്തതിന് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മെഷർമെൻറ്റ് ചെയ്യാനായിട്ട്. സോ ആ ലൈനിൽ തന്നെ ഞാൻ സ്കെയിൽ വെക്കുന്നു. നമ്മുടെ എക്സ് വൈ ലൈൻ ഇതാണ്. സോ എക്സ് വൈ ലൈനിൽ 50 മേളിലോട്ട് എടുക്കുന്നു. സോ 50 മേളിലോട്ട് എടുത്തൊരു പോയിന്റ് കൊടുത്തു. പോയിന്റ് വെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലോക്കസ് ലൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അതേപോലെ ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, താഴോട്ട് 60 ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ്. സോ താഴോട്ട് 60 മാറ്റി ഒരു പോയിന്റ് ഇട്ടു. എന്തിനാണ് ഈ 2 പോയിന്റ്? ഈ പോയിന്റ് പേരൊന്നുമല്ല, ജസ്റ്റ് ആ ലോക്കസ് ലൈൻ വരയ്ക്കാൻ വേണ്ടി മാത്രം. ഇവിടെ ഒരു പ്രൊജക്ട് ലൈൻ ഉള്ളതുകൊണ്ട് അവിടെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും എക്സ് ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിട്ട് 50 മേലോട്ട് എടുത്തൊരു പോയിന്റ് കൊടുക്കുക, 60 താഴോട്ട് എടുത്തൊരു പോയിന്റ് കൊടുക്കുക. ആ പോയിന്റിൽ കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ലോക്കസ് ലൈനുകൾ വരയ്ക്കുക. സോ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, 50 മേലോട്ടെടുത്ത പോയിന്റിൽ കൂടെ ശരി 50 മേലോട്ടെടുത്ത പോയിന്റിൽ കൂടെ ലോക്കസ് ലൈൻ വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ 50 മേലോട്ടെടുത്ത പോയിന്റ്. സോ ഒരു ലോക്കസ് ലൈൻ കിട്ടി. അതേപോലെ തന്നെ എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് 60 എടുത്ത പോയിന്റിൽ കൂടെ അടുത്ത ലോക്കസ് ലൈൻ. ഇപ്പം നോക്കിയാൽ നമുക്ക് 2 ലോക്കസ് ലൈനുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റി. ബിയുടെ പൊസിഷൻ വെച്ച് ബി ഡാഷിൻ്റെയും ബിയുടെയും ലോക്കസ് ലൈനുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റി. സോ ഇതിൻ്റെ പേര് കൊടുക്കുന്നു. ഇതെന്താണ്, ലോക്കസ്. ഇവിടെ നമ്മൾ ഡേറ്റ എഴുതിയോണ്ടാണ് ഇവിടെ സ്പേസ് ഇല്ലാത്ത. ഡേറ്റ നിങ്ങൾ ഫ്രണ്ട് മേളിലായിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് കിട്ടും. അപ്പോൾ നീറ്റായിട്ട് തന്നെ എഴുതുക കേട്ടോ. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നും ഇത് ലോക്കസ് ഓഫ് ബി എന്നും. ഇപ്പോൾ എക്സ് വൈ ലൈനിൽ നിന്ന് 60 50 എടുത്തപ്പോൾ 2 ലോക്കസ് ലൈനുകൾ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ലൈൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഡേറ്റ യൂസ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രൂ ലെങ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കി, ഈ പോയിൻ്റ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഈ ഗ്രീൻ ലൈൻ ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഈ ട്രൂ ലെങ്ത് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിൻ്റ് എ ഡാഷിൽ നിന്ന് നമ്മുടെ ട്രൂ ലെങ്ത് ലൈനാണിത്. സോ എ ഡാഷിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് ഈ ലോക്കസ് ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, B1 ഡാഷ് കിട്ടും. നമുക്ക് ഈ ലൈൻ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കും. കറക്റ്റ് അല്ലേ? എ ഡാഷിൽ നിന്ന് B1 ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് ഇത് നമുക്കുണ്ട്. ഈ ഗ്രീൻ ലൈനും ഉണ്ടെങ്കിൽ എ ഡാഷിൽ നിന്ന് എന്ത് ചെയ്താൽ മതി,
ലോക്കസ് ഓഫ് ബി ഡാഷിലോട്ട് ആ ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ B1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റും ഇതും വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ട്രൂ ലെങ്ത് എത്രയാണ്? 70 mm ആണ്. സോ എന്ത് ചെയ്യുക? കോമ്പസിൽ 70 mm എടുക്കുക. സോ കോമ്പസിൽ 70 mm എടുക്കുന്നു. 70 mm കോമ്പസ് എടുത്തു. എ ഡാഷിൽ പ്ലേസ് ചെയ്യുന്നു. കോമ്പസ് നമ്മുടെ ലോക്കസ് ഓഫ് ബി ഡാഷ് ലൈനിൽ കട്ട് ചെയ്തു. ലോക്കസ് ഓഫ് ബി ഡാഷ് ലൈനിൽ ഞാൻ കട്ട് ചെയ്തു. സോ കട്ട് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് നമുക്കറിയാം അല്ലേ? സോ ഇതാണ് നമ്മുടെ B1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. സോ എ ഡാഷ് B1 ഡാഷ് എന്ന് പറയുന്ന ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ ലൈറ്റ് ലൈൻ ആയിരിക്കണം, ഫ്രണ്ട് വ്യൂ അല്ല. അത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റി. ക്ലിയർ? സോ എ ഡാഷ് ബി ഡാഷ് എന്ന ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാൻ പറ്റി. സോ അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും എന്ത്? തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ആംഗിൾ ഈസ് തീറ്റ. നമ്മളോട് തീറ്റ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബാക്ക് ടു ക്വസ്റ്റ്യനിലോട്ട് പോകും. നമുക്ക് B1 ഡാഷ് കിട്ടി. B1 ഡാഷ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? അവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. നെക്സ്റ്റ് വ്യൂവിലെ ഫിക്സഡ് പോയിന്റ് ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ B1 കിട്ടും. സോ ഇവിടെ നോക്കി ലോക്കസ് ഓഫ് എ എന്ന് പറയുന്ന ലൈനുണ്ട്. ഞാൻ എന്ത് ചെയ്തു? നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഏറ്റവും താഴെ ലൈനിലോട്ട് പോകരുത്. ലോക്കസ് ഓഫ് എ എവിടെയാണോ അവിടെ വരണം പോകാനായിട്ട്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? നേരെ ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ലോക്കസ് ഓഫ് എ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് B1 ഡാഷിൻ്റെ ടോപ്പ് വ്യൂ B1 കിട്ടും. ക്ലിയർ ആണോ? B1 കിട്ടി. ഇനി B1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് അറിയാം. എ B1 ഉണ്ടെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്താൽ മതി നമുക്ക് B കിട്ടാൻ. ഈ ലോക്കസ് ലൈനിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ മതി. നമുക്ക് എ ഉണ്ട്, B1 ഉണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്താൽ മതി നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോപ്പ് വ്യൂ ഡയറക്റ്റ്ലി കിട്ടും. സോ ഞാൻ എ സെൻറ്റർ ആക്കുന്നു. അങ്ങനെയല്ലേ? എ B1 റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് AB ലൈൻ കിട്ടും. സോ ടോപ്പ് വ്യൂ കിട്ടാനായിട്ട് എ B1 കോമ്പസയിലെടുത്തു. ഞാനിത് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ റൊട്ടേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടി? ഡയറക്റ്റ്ലി നമ്മുടെ ലൈനിൻ്റെ ടോപ്പ് വ്യൂ, പോയിന്റ് ബിയുടെ ടോപ്പ് വ്യൂ B കിട്ടി. സോ AB ഉണ്ട്. സോ AB എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഈ ബ്ലാക്ക് ലൈൻ ടോപ്പ് വ്യൂ AB നമുക്ക് കിട്ടി. ഇനി നമുക്ക് പല രീതിയിൽ ഇതിന് ചെയ്യാം. ഇതിന് ആ ഫിഗർ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് ചെയ്യണമെന്നൊന്നുമില്ല. AB വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഈ നോക്കിയേ, പല രീതിയിൽ നമുക്കിനി ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. ഈ ഇത് നോക്കിയേ, B കിട്ടിയാൽ ബിയിൽ നിന്ന് നേരെ പ്രൊജക്റ്റ് ലൈൻ ലോക്കസ് ഓഫ് ബി ഡാഷിലോട്ട് വരച്ചാൽ B ഡാഷ് കിട്ടും. ഓൾറെഡി നമ്മുടെ ലോക്കസ് ഓഫ് ബി ഡാഷ് ഇവിടെ ഉണ്ട്. സോ ബിയിൽ നിന്ന് നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? B ഡാഷ് കിട്ടും. ഇനി അതല്ലെങ്കിലോ, ഇവിടെ നമ്മൾ എ ഡാഷിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് കട്ട് ചെയ്തപ്പോൾ B1 ഡാഷ് കിട്ടിയ പോലെ തന്നെ നമുക്ക് ഈ എയിൽ നിന്നും അതേപോലെ തന്നെ ചെയ്യാം. എയിൽ നിന്ന് 5 ആംഗിളിൽ പോകുന്ന ട്രൂ ലെങ്ത് ലൈൻ നമുക്ക് കട്ട് ചെയ്താൽ B2 കിട്ടും. നമുക്ക് ആംഗിൾ അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഈ ലോക്കസ് ഓഫ് B ഇവിടെ ഉണ്ട്, ലോക്കസ് ഓഫ് B. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എയിൽ നിന്ന് ട്രൂ ലെങ്ത് ഈ ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. എയിൽ നിന്ന് ട്രൂ ലെങ്ത് എടുത്ത് ഈ ലോക്കസ് ഓഫ് B ലൈനിൽ കട്ട് ചെയ്താൽ നമുക്ക് B2 കിട്ടും. എഗെയിൻ ട്രൂ ലെങ്ത് എന്താണ്? 70 ആണ്. സോ 70. ട്രൂ ലെങ്ത് 70. സോ 70 എടുക്കുന്നു, എയിൽ പ്ലേസ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. സോ കിട്ടുന്ന പോയിൻ്റാണ് നമ്മുടെ എന്ത്? B2 എന്ന് പറയുന്ന പോയിന്റ് B2. സോ AB2 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ലൈൻ, ഈ ട്രൂ ലെങ്ത് ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. AB2 ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഇത് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ആ ലൈൻ വരയ്ക്കുമ്പോൾ ആ AB2 എന്ന് പറയുന്ന ട്രൂ ലെങ്ത് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ AB2 എന്ന് പറയുന്ന നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ TL ലൈൻ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ കിട്ടി. നോക്കി AB2 ലൈൻ വരയ്ക്കുമ്പോൾ വരുന്ന ആംഗിൾ ഏതാണ്? 5. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ വിത്ത് VP അല്ലേ, വാട്ട് ഈസ് ദി ഇൻക്ലിനേഷൻസ്. സോ നമുക്ക് 5 അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ബിയിൽ നിന്ന് നേരെ മേലോട്ട് പോയാൽ B ഡാഷ് കിട്ടും. നമുക്ക് ഡയറക്റ്റ്ലി B ഡാഷ് കിട്ടും. ഇനി അതേ പോയിന്റിൽ തന്നെയാണോ ഇവിടെ നിന്ന് പോകുമ്പോഴും വരുന്നത് നോക്കുക. നോക്കി, B2 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സോ B2 കിട്ടിക്കഴിഞ്ഞാൽ B2 നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എവിടെ വരെ? ലോക്കസ് ഓഫ് എ ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ B2ൻ്റെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ് കിട്ടും. ഇവിടെ ലോക്കസ് ഓഫ് എ ഡാഷ് ഉണ്ട്. സോ ട്രൈ ചെയ്യാൻ പോവാണ്. B2 നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ലോക്കസ് ഓഫ്
എ ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ കിട്ടുന്ന പോയിൻ്റാണ് B2ൻ്റെ ഫ്രണ്ട് വ്യൂ B2 ഡാഷ്. ഇനി നോക്കി, ഇനി എന്താ ചെയ്യേണ്ടത്? B2 ഡാഷ് കിട്ടി കഴിഞ്ഞാൽ എ ഡാഷ് സെൻറ്റർ ആക്കുന്നു, എ ഡാഷ് B2 ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുന്നു, കർവ് അങ്ങോട്ട് വരയ്ക്കുന്നു, നമുക്ക് ബി ഡാഷ് കിട്ടും. എ ഡാഷ് ഡിസ്റ്റൻസ് എടുക്കുന്നു, എ ഡാഷ് B2 ഡാഷ് റേഡിയസ് എടുക്കുന്നു. സോ റേഡിയസ് എടുക്കുന്നു, ദെൻ അതെന്ത് ചെയ്യുക, കർവ് അങ്ങോട്ട് വരയ്ക്കുന്നു. സോ കർവ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ഈ പോയിൻ്റാണ് നമ്മുടെ ബി ഡാഷ്. ആ പോയിന്റ് തന്നെ വരും നമ്മൾ ഇവിടെ നിന്ന് നോക്കി ബിയിൽ നിന്ന് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ സെയിം പോയിന്റ് തന്നെ നമുക്ക് വരും. ഇപ്പം ഞാൻ നോക്കി, ഞാൻ ഇവിടെ നിന്ന് ബിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ശകലം എറർ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ശകലം മൈന്യൂട്ട് എറർ, അത് ഞാൻ ഈ വരച്ച് വന്നപ്പോൾ വന്ന എററാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ബി ഡാഷ് കിട്ടിയാൽ ഈ കർവ് ഇങ്ങനെ മാറ്റി വരയ്ക്കരുത്. ആ കർവ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിലോട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ എറർ കൊണ്ടാണത് കിട്ടിയത്. അപ്പോൾ ആ എറർ നമ്മുടെ ഫിഗറിൽ കാണിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാൻ പറ്റും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ വരച്ച നമ്മുടെ ഈ പറയുന്ന ഡയമെൻഷൻ ഡിസ്റ്റൻസും പാരലൈൻസും ഒക്കെ വരച്ചതിനകത്ത് വന്ന എററാണ്. സോ ഈ കർവ് നമ്മൾ എന്ത് ചെയ്യുക, അതേലോട്ട് കൊണ്ടൊന്ന് മീറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടിയത് എന്ന് ആ ശകല എറർ വന്നത് നമ്മുടെ എറർ അവിടെ തന്നെ അങ്ങനെ തന്നെ കാണിച്ചു വെച്ചാൽ നമുക്ക് എന്താ നോക്കുന്നതൊക്കെ പെട്ടെന്ന് പിടികിട്ടും അവിടെ ഒരു എറർ വന്നിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ആ കർവ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന വരയ്ക്കുന്നതിനകത്ത് വന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വന്ന എററാണ്. സോ ആ എററിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാൻ അതിലോട്ട് അങ്ങ് കണക്ട് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡയറക്റ്റീവ് എന്ന് നോക്കിയാൽ ഒരു 1 mm അല്ലെങ്കിൽ 2 mm വ്യത്യാസം അവിടെ വന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വരയ്ക്കുമ്പോഴും ഈ പറയുന്ന എറർ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ പാരൽ ലൈൻസ് വരയ്ക്കുമ്പോഴും ഇവിടെ നിന്ന് പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കുമ്പോഴും എല്ലാം ഒന്ന് ശകലം തിരിഞ്ഞ് പോയി നോക്കി. ഈ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്ന ഒന്ന് ശകലം ഇങ്ങോട്ടായിപ്പോയാൽ ഈ പോയിന്റ് ശകലം ഇങ്ങോട്ടാവും. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം. അപ്പോൾ ആ എറർ വരാൻ വളരെയധികം ചാൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു. ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഡാർക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ, ഇത് നമ്മുടെ ടോപ്പ് വ്യൂ. നമുക്ക് ഫൈ കിട്ടി, തീറ്റ കിട്ടി. ട്രൂ ഇൻക്ലിനേഷൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് HP ആൻഡ് VP എന്നാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കാം. ദിസ് ഈസ് ആൽഫ ആൻഡ് ദിസ് ഈസ് ബീറ്റ. എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയും AB മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയുമാണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസുകൾ മെഷർ ചെയ്ത് ഇവിടെ എഴുതണം. എഴുതി കഴിയുമ്പോഴേ നമ്മുടെ ഫൈനൽ ആൻസർ ആവത്തുള്ളൂ. വാല്യൂസുകൾ മെഷർ ചെയ്ത് നമുക്ക് എഴുതാം. നോക്കിയേ, വാല്യൂസുകളൊന്ന് പ്രൊട്രാക്ടർ വെച്ചൊന്ന് മെഷർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് തീറ്റയാണ്. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP തീറ്റ. സോ എനിക്ക് കിട്ടിയ തീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 26 വരും. സോ തീറ്റ equal to 26 degree. Then phi മെഷർ ചെയ്യാണ്. ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP phi ഇതിനകത്ത് നിന്ന് 1 or 2 ഡിഗ്രി അല്ലെങ്കിൽ 3 ഡിഗ്രി വേരിയേഷൻസ് നമുക്ക് വരാം. സോ ഫൈ എന്ന് പറയുന്ന ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ മാറിപ്പോയത്, വരച്ച് ചെയ്യുമ്പോൾ ആൽഫയും ബീറ്റയും ഫൈയും കൂടെ ഇതെല്ലാം കൂടെ മാറിപ്പോയത്. എനിക്ക് കിട്ടിയിരുന്ന ഫൈ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. സോ ഫൈ എനിക്ക് കിട്ടിയിരിക്കുന്നത് 40 ഡിഗ്രി. ഫൈ ഈക്വൽ ടു 40 ഡിഗ്രി ട്രൂ ഇൻക്ലിനേഷൻസ്. ഇനി ആൽഫയും ബീറ്റയും കൂടെ ഞാൻ നോക്കുകയാണ്. സോ ഇവിടെ ബീറ്റ അങ്ങ് മെഷർ ചെയ്യാം. സോ ബീറ്റ അറൗണ്ട് 47 ആണ് വന്നിരിക്കുന്നത്. സോ ബീറ്റ എനിക്ക് കിട്ടിയത് 47 ഡിഗ്രി. ദെൻ അതുപോലെ ആൽഫ മെഷർ ചെയ്യുന്നു. ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നോക്കി. ആൽഫ വരുന്നത് 36. ആൽഫ ഈസ് ഈക്വൽ ടു 36. സോ ആൽഫ എനിക്ക് 36 ഡിഗ്രിയും ബീറ്റ 47 ഡിഗ്രിയുമാണ് കിട്ടിയത്. ഇപ്പോൾ ട്രൂ ഇൻക്ലിനേഷൻ നമ്മളോട് ചോദിച്ചത് ട്രൂ ഇൻക്ലിനേഷൻസ് ആണ്. തീറ്റയും 5 ആണ് ചോദിച്ചത്. നമ്മളെങ്കിലും ആൽഫയും ബീറ്റയും കൂടെ അതിൻ്റെ കൂടെ എടുത്തെഴുതി. ദെൻ ഇറ്റ്സ് ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രേസസ് മാർക്ക് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ കൂടെ ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. നമ്മുടെ അപ്പാരൽ ലെങ്ത് കൂടെ നമ്മൾ മെഷർ ചെയ്ത് ദാറ്റ് മീൻസ് എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്തും AB യുടെ ലെങ്ത്തും കൂടെ നമ്മൾ മെഷർ ചെയ്യുക, അപ്പാരൽ ലെങ്ത്. സോ അതുകൂടെ ഞാൻ മെഷർ ചെയ്യുകയാണ്. എ ഡാഷ് ബി ഡാഷ്. സോ എനിക്ക് വരച്ചപ്പോൾ കിട്ടിയ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു
52 എറൗണ്ട് ആണ് ഞാൻ പറയുന്നത്, 52 mm ആണ്. ദെൻ എ ബിയുടെ ലെങ്ത്, ടോപ്പ് വ്യൂ, അപ്പർ ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ. സോ എ ബിയുടെ ലെങ്ത് കിട്ടിയേക്കുന്നത് 63 ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 63 mm. 63 mm എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ എഴുതുന്ന വാല്യൂസ് ഇൻ എം എം, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എം ആണ്. സോ ഇത്രയാകുമ്പോൾ നമ്മുടെ ഡേറ്റാസ് ആയി. സോ ഡേറ്റാസ് എഴുതി കഴിഞ്ഞാൽ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു അതൊരു ബോക്സിൽ എഴുതണം. ഇത് മാത്രം പോരാ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ട്രേസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ട്രേസ് കൂടെ നമുക്ക് വരയ്ക്കണം, പിന്നെ ഡയമെൻഷൻസ് കൂടെ ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ഫിഗർ എല്ലാം വരച്ചെല്ലാം കഴിഞ്ഞ് എല്ലാ വാല്യൂസും ട്രേസ് ഉൾപ്പെടെ വരച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ബാക്കി സ്പേസിൽ നിങ്ങൾക്ക് നീറ്റായിട്ട് ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ട്രേസ് വരയ്ക്കാൻ പോവാണ്. സോ ട്രേസ് വരയ്ക്കുന്നതിനുള്ള സ്റ്റെപ്പ് നമ്മൾ വീണ്ടും പറയുന്നു. എന്തായിരുന്നു? ഹൊറിസോണ്ടൽ ട്രേസ് വരയ്ക്കാൻ, HT വരയ്ക്കാനായിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ്, A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നു XY ലൈനിലോട്ട്, അവിടെ H' എന്ന് പേര് കൊടുക്കുന്നു, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതിലോട്ട് AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ നോക്കി A', B' ലൈൻ. അപ്പോൾ ഈ A', B' ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ ലൈനാണ്. അപ്പോൾ സ്കെയിൽ കൊണ്ടുവന്ന് നോക്കുമ്പം ഈ ട്രൂ ലെങ്ത് ലൈനിൽ വെച്ച് അറിയാതെ ഇങ്ങനെ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ തെറ്റിപ്പോവും, ട്രേസസ് പോയിന്റുകൾ മാറിപ്പോവും. നമുക്ക് ഈ A', B', അല്ല A', B' ലൈനിനെ വേണം എക്സ്റ്റെൻഡ് ചെയ്യാൻ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിലും ഇതൊക്കെ എഴുതിയൊക്കെ വെക്കും, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി സ്കെയിൽ വെക്കുമ്പോൾ അങ്ങ് മാറിപ്പോവും. സോ ആ എറർ ഉണ്ടാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സോ A', B' ലൈനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ എനിക്ക് പോയിന്റ് കിട്ടി. ദിസ് ഈസ് പോയിന്റ് H'. സോ ഞാൻ അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ H' വെർട്ടിക്കൽ ലൈൻ വരച്ചു. ദെൻ അതിലോട്ട് എന്ത് ചെയ്യുന്നു? AB എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എഗെയിൻ ABയും നമ്മൾ കൃത്യമായിട്ട് AB തന്നെ പ്ലേസ് ചെയ്ത് എടുക്കുക, സ്കെയിൽ വെച്ചിട്ട് മാറിപ്പോരുത്. സോ AB ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാം ആ വെർട്ടിക്കൽ ലൈനിലോട്ട്. നോക്കി AB ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആ വെർട്ടിക്കൽ ലൈനിൽ XY ലൈനിന് മുകളിലാണ് എനിക്ക് മീറ്റ് ചെയ്തേക്കുന്നത് ആ വെർട്ടിക്കൽ ലൈനിൽ. സോ ദിസ് പോയിന്റ് ഈസ് ഹൊറിസോണ്ടൽ ട്രേസ് HT മാർക്ക് ചെയ്യും. ഇനി VT വരയ്ക്കാൻ ഒരു ട്രേസ് നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത ട്രേസിൻ്റെ ഓൾമോസ്റ്റ് പകുതിയും അതിനകത്ത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാകും. നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? VT വരയ്ക്കാനുള്ള VT ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, XY ലൈൻ വരെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സ്മോൾ ലെറ്റർ V എന്ന് പേര് കൊടുക്കുന്നു, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. ഈ സ്റ്റെപ്പിൻ്റെ കുറേയൊക്കെ നമ്മൾ ഹൊറിസോണ്ടൽ ട്രേസ് വരച്ചപ്പോഴേ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് അനുസരിച്ച് നോക്കുകയാണ്. ആദ്യം ചെയ്യേണ്ടത് എന്താ? ABയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ABയെ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നോക്കി ഇതാണ് നമ്മുടെ AB ലൈൻ. AB ലൈനിനെ XY ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞത്. സോ AB ലൈനിനെ ഓൾറെഡി നമ്മൾ ട്രേസ് വരയ്ക്കാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കി AB ലൈനിനെ ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. XY ലൈനിൽ ഓൾറെഡി മീറ്റ് ചെയ്ത പോയിന്റ് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് അത് പാസ് ചെയ്ത് പോയി HT കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആ മീറ്റ് ചെയ്ത പോയിന്റ് ഇവിടെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ V എന്ന് പറയുന്ന പോയിന്റ് അവിടെ കിട്ടി. ഇനി അവിടെ എന്ത് ചെയ്യണം? വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. സോ ഞാൻ അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്. നോക്കി സ്മോൾ ലെറ്റർ V എന്ന് പറയുന്ന ലൈനിൽ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈനിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇപ്പോൾ വരച്ച ഈ വെർട്ടിക്കൽ ലൈനിലോട്ട് A', B' എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കി ആ വെർട്ടിക്കൽ ലൈനിലോട്ട് വരച്ചപ്പോൾ തന്നെ A', B' ലൈൻ അതിനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. സോ നമുക്ക് ആ പോയിന്റ് കിട്ടും. A', B' ലൈൻ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടും. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് VT. അപ്പോൾ നമ്മുടെ ട്രേസസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ പെൻസിൽ വെച്ച് തന്നെ എഴുതാവുള്ളൂ. ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് ട്രേസസ് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഡയമെൻഷൻസ് ചെയ്യാം. ഡയമെൻഷൻസ് നോക്കി കുറേ വാല്യൂസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. സോ ആ വാല്യൂസുകളെല്ലാം കൃത്യമായിട്ട് ഒരേ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ വേണമെങ്കിൽ ഈ ഡയമെൻഷൻസുകൾ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്ത് നോക്കി. ലൈറ്റ് ലൈൻ വേണം വരയ്ക്കാനായിട്ട്. ഞാൻ പേന ഉപയോഗിച്ച് വരയ്ക്കുന്ന ഡയമെൻഷൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഡയമെൻഷൻ ലൈൻ വരച്ചു. സോ ദിസ് ഡിസ്റ്റൻസ് നോക്കി, എയിലോട്ടുള്ള ഡിസ്റ്റൻസ് 15 mm 15 ആയിരുന്നു. ദെൻ A'-ലോട്ടുള്ള ഡിസ്റ്റൻസ് 20 mm/HP. ദിസ് ഡിസ്റ്റൻസ് ഈസ് 20. ദെൻ ബിയുടെയും നമ്മുടെ ലോക്കസ് ലൈനാണ് രണ്ടാമത്തെ പോയിന്റ് ഉണ്ടപ്പോൾ ലോക്കസ് ലൈനാണ് വരച്ചത്. സോ XY ലൈനിൽ നിന്ന് ഉള്ള
ഡിസ്റ്റൻസുകൾ. അതിൽ ബി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ് 50 ആയിരുന്നു, ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് 60 ആയിരുന്നു. സോ ആ വാല്യൂസായി പിന്നെ ഏതാ ഉള്ളത്? നമ്മുടെ ട്രൂ ലെങ്ത്. ട്രൂ ലെങ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ കാണിക്കുക. AB2 ഞാനിവിടെ കാണിക്കും. കോമ്പസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത വാല്യൂ ആണ്. ലൈൻ വരയ്ക്കുന്നു. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻസുകളെല്ലാം ഇവിടെ നിന്ന് വേണം താഴോട്ടുള്ളതെല്ലാം പോയിൻ്റ് ആയി കഴിഞ്ഞാൽ അതിന് താഴോട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറേസ് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. വെർട്ടിക്കൽ ലൈനൊക്കെ നമുക്ക് ആവശ്യം വന്നില്ല കേട്ടോ. വെർട്ടിക്കൽ ലൈനൊക്കെ നമുക്ക് മേളിൽ ട്രേസ് മേളിലായപ്പോൾ അവിടെ വരെ വന്നു. ഇറേസ് ചെയ്ത് കളയാൻ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമെൻഷനൊക്കെ ചെയ്യുമ്പം കുറച്ച് ക്ലിയർ ആയിട്ട് ഡയമെൻഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ലൈനിന് പാരലായിട്ട് നമ്മൾ ഡയമെൻഷൻ ചെയ്യും. AB-യുടെ അല്ല നമ്മൾ ചെയ്യുന്നത്, AB2 ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ. സോ ദിസ് ഈസ് 70. സോ നമ്മളെല്ലാ ഡയമെൻഷൻസും ചെയ്തു. നമ്മുടെ ഫിഗർ കംപ്ലീറ്റഡ് ആയി. ഇതിനകത്ത് ഡാർക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ XY ലൈനിന് ഡാർക്ക് ലൈൻ, ദെൻ A', B', ഫ്രണ്ട് വ്യൂവും AB-യും ടോപ്പ് വ്യൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഞാൻ അതൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഒരു പോയിന്റ് തന്നു, അടുത്ത പോയിന്റ് ബിയുടെയും പൊസിഷൻ, രണ്ട് പോയിന്റിൻ്റെയും പൊസിഷൻ തന്നു, നമുക്ക് തീറ്റയും ഫൈവും ഇല്ല, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ ലെങ്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് പോയിന്റിൻ്റെ പൊസിഷൻസ് തരുന്ന പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ ഫിക്സഡ് പോയിന്റിനെ ആദ്യം പ്ലോട്ട് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എവിടെ വരുമെന്ന് അറിയത്തില്ല, പക്ഷേ രണ്ടാമത്തെ പോയിന്റിൻ്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലോക്കസ് ലൈനുകൾ, ലോക്കസ് ഓഫ് A', ലോക്കസ് ഓഫ് B', ലോക്കസ് ഓഫ് B', ലോക്കസ് ഓഫ് B നമുക്ക് വരയ്ക്കാം. സോ ആ ലോക്കസ് ലൈനുകൾ വരച്ച് കഴിഞ്ഞാൽ ട്രൂ ലെങ്ത് അവൈലബിൾ ആണ്. ട്രൂ ലെങ്ത് ഉപയോഗിച്ചിട്ട് A' നിന്ന് നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ അല്ലെങ്കിൽ B1' എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. അതുപോലെ എയിൽ നിന്ന് B2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സോ AB2 ലൈൻ ട്രൂ ലെങ്ത് ലൈൻ വരയ്ക്കാൻ പറ്റും. AB1' എന്ന് പറയുന്ന A', B1' എന്ന ട്രൂ ലെങ്ത് ലൈനും വരയ്ക്കാൻ പറ്റും. സോ അത് വരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തീറ്റയും 5 ആണ്, അതിൻ്റെ ആംഗിൾസുകൾ നമുക്ക് അറിയാൻ പറ്റും. തീറ്റയാണ്, ഇതിൻ്റെ ആംഗിൾ 5 ആണ്. സോ അത് അപ്പം തന്നെ മാർക്ക് ചെയ്ത് വേണമെങ്കിൽ അന്നേരം തന്നെ മെഷർ ചെയ്ത് നമുക്ക് എടുത്തെഴുതാം. അതിനുശേഷം ബാക്കി നമ്മുടെ ഈ സ്റ്റെപ്പിൽ B1 കിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നു B1, B. അതുപോലെ B2 കിട്ടിയാൽ B2 നിന്ന് B2' റൊട്ടേറ്റ് ചെയ്താൽ B. അത് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. B2' റൊട്ടേറ്റ് ചെയ്താൽ B. B1' നിന്ന് B1 റൊട്ടേറ്റ് ചെയ്തു B. രണ്ട് രീതിയിലും വരയ്ക്കുമ്പോൾ B1' B' സെയിം ലൈനിൽ തന്നെ നമുക്ക് വരണം. ഇവിടെയും നമ്മുടെ X എന്ന് പറയുന്നത് A'-ൻ്റെ പ്രൊജക്റ്റ് ലൈനും B'-ൻ്റെ പ്രൊജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഈ X നമുക്ക് ഒരു പക്ഷേ തന്നിരുന്നെങ്കിൽ ഈ A' വരച്ച് കഴിഞ്ഞ് ഈ X ഡിസ്റ്റൻസ് എടുത്തിട്ട് ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻസ് വരച്ച് നമുക്ക് ഡയറക്റ്റ്ലി B'-ഉം B'യും മാർക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് X ഇല്ല, പക്ഷേ X എന്താണെന്നൂടെ ഞാൻ ഈ പ്രോബ്ലത്തിൽ പറയുകയാണ്. ചില ക്വസ്റ്റ്യൻസിൽ അത് തരും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ് ഈസ് 50 mm എന്ന് പറഞ്ഞാൽ എയുടെ പ്രൊജക്റ്റഡ് ലൈൻ കഴിഞ്ഞ് ആ ഡിസ്റ്റൻസ് കഴിഞ്ഞായിരിക്കും ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് X എന്നൊരു നൊട്ടേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പേര് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റേഴ്സ് അല്ലെങ്കിൽ N പ്രൊജക്റ്റർ ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ അടുത്തൊരു ആഡ്-ഓൺ ആയി ചേഞ്ച് വന്നാണ് നമുക്ക് തീറ്റ ഫൈയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. അപ്പോൾ A തന്നു കഴിഞ്ഞാൽ Bയും തന്നിട്ടുണ്ടെങ്കിൽ ബിയുടെ ലോക്കസ് ലൈൻ വരച്ച് വേണം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. പിന്നെ ഡേറ്റാസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, താങ്ക് യു.